2 വർഷമായി ഗാസയിലെ പട്ടിണി പാവങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ നടത്തിയ നരനായാട്ടിന് പരിഹാരം കണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ലോകമാകെ ആശ്വാസത്തിലായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ അജണ്ട ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. നൊബേൽ സമ്മാനം ലഭിക്കാൻ തട്ടിക്കൂട്ടിയ കരാറാണെന്നാണ് എല്ലാവരും പറയുന്നത്. കരാറിലെ വ്യവസ്ഥകളെല്ലാം എല്ലാവർക്കും അറിയാം. ഹമാസിനെ ഒതുക്കാൻ വേണ്ടി മാത്രമുള്ള കരാറാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നാണ് പ്രധാന വിമർശനം. ഭാവിയിലും നെതന്യാഹുവും കൂട്ടാളികളും ഇതൊക്കെ തന്നെ ആവർത്തിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് മറ്റ് രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിൻ്റെ കരാർ ഉഡായിപ്പാണെന്നാണ് തുർക്കി പറയുന്നത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ മുന്നറിയിപ്പ് നൽകി. കരാർ ലംഘിക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തെയും എർദോഗൻ വിമർശിച്ചിട്ടുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ മുൻകാല തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ തുർക്കി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു. ഇസ്രായേൽ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഗാസയിലെ കരാർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും, എർദോഗൻ പറഞ്ഞു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ ചർച്ചകളിലും ഗാസ മുനമ്പിലെ യുദ്ധത്തിന് ശേഷമുള്ള ആസൂത്രണത്തിലും തുർക്കി പങ്കാളിയായിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതും അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിരീക്ഷിക്കുന്ന കർമ്മസമിതിയിൽ തുർക്കിയും പങ്കാളികളാകും. അതിനിടെ തെക്കൻ ലെബനനിൽ സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. തെക്കൻ ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആക്രമണത്തിൽ തകർന്നു. എംസയിലെ ഗ്രാമത്തിൽ പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആരോഗ്യ മന്ത്രാലയം പറയുന്നത് കൊല്ലപ്പെട്ടയാൾ ഒരു സിറിയൻ പൗരനാണെന്നാണ്. പരിക്കേറ്റ 7 പേരിൽ ഒരു സിറിയൻ പൗരനും 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 ലെബനീസ് പൗരന്മാർ ഉൾപ്പെടുന്നു. നിരപരാധികളായ പൗരന്മാരാണ് ഈ ആക്രമണങ്ങൾക്ക് വീണ്ടും ഇരയാകുന്നത്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന വിശദീകരണം. നവംബറിലെ വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ദിവസേന വ്യോമാക്രമണം നടത്തി ഡസൻ കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചത് 2023 ഒക്ടോബർ 8-നാണ്. തെക്കൻ ഇസ്രായേലിലേക്കുള്ള ഹമാസിൻ്റെ കടന്നുകയറ്റത്തിന് ഒരു ദിവസത്തിന് ശേഷം അതിർത്തി കടന്ന് ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ലെബനനിൽ ഷെല്ലാക്രമണവും വ്യോമാക്രമണവും നടത്തിയാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. സംഘർഷം രൂക്ഷമായി 2024 സെപ്റ്റംബർ അവസാനത്തോടെ പൂർണ്ണമായ ഒരു യുദ്ധമായി അത് രൂപാന്തരപ്പെട്ടു. യുദ്ധത്തിൻ്റെ യഥാർത്ഥ ദുരന്തം ലെബനനാണ് നേരിടുന്നത്. ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ലെബനനിൽ 4000-ലധികം ആളുകളെ കൊന്നൊടുക്കി. ഇതിൽ 100 കണക്കിന് സാധാരണക്കാർ ഉൾപ്പെടുന്നു. ഏകദേശം 11 ബില്യൺ അമേരിക്കൻ ഡോളർ മൂല്യമുള്ള നാശനഷ്ടങ്ങളാണ് ലെബനനിൽ സംഭവിച്ചത്. അതേസമയം ഇസ്രായേലിൽ 80 സൈനികർ ഉൾപ്പെടെ 127 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലിന് ശേഷവും നടക്കുന്ന ഈ ആക്രമണങ്ങളെ UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ശക്തമായി അപലപിച്ചിരുന്നു. യുദ്ധത്തെ തുടർന്ന് ലെബനനിലെ ശത്രുതയ്ക്ക് ശാശ്വതമായ അന്ത്യം കുറിക്കാൻ പുതിയ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വെടിനിർത്തലിന് ശേഷം സെപ്റ്റംബർ അവസാനം വരെ ലെബനനിൽ കൊല്ലപ്പെട്ടത് 102 സാധാരണക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു.